നമുക്കറിയാം, മസ്തിഷ്കമാണ് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നതൊരു ചോദ്യമാണ്. നമുക്കതൊന്ന് പഠിക്കാം. മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. പിന്നെ തലാമസ്, ഹൈപ്പോതലാമസ് എന്നിങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മസ്തിഷ്കത്തിന് ഉള്ളത്. 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്കും 5 വ്യത്യസ്തമായ ധർമ്മങ്ങളാണുള്ളത്, ഫങ്ഷൻസ് ആണുള്ളത്. നമുക്കതൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നുമാണ് വിളിക്കുന്നത്. സെറിബ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇതുകൂടാതെ സെറിബ്രമാണ് നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കി തരുന്നത്. നമുക്കൊരു പേനയും എടുക്കണമെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ എടുക്കണമെങ്കിലും, ഷൂ ഇടണമെങ്കിലും, നടക്കണമെങ്കിലും ഒക്കെ സാധ്യമാക്കി തരുന്നത് സെറിബ്രമാണ്. അതായത് ശരീരത്തിൻ്റെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രം തന്നെയാണ്. ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛയോടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നാണ് അർത്ഥം. നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന പ്രവർത്തനം എന്നാണ് അർത്ഥം. നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പോൾ വിരലുകൾ മടക്കുന്നത് ഇതൊക്കെ ഐച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ഇതളുകളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. സെറിബെല്ലത്തിലും ചുളിവുകളും ചാലുകളുമുണ്ട്. സെറിബ്രത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പരിപാലിക്കുക എന്നതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ പാലത്തിൻ്റെ, ചെറിയ തെങ്ങിൻ്റെ പാലം ഒരു തോടിൻ്റെ മുകളിൽ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യും, അല്ലേ? ബാലൻസ് ചെയ്യും. അതൊക്കെ നമുക്ക് സാധ്യമാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വീഴാതെ അപ്പുറത്തേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ ഒന്നുകൂടി പറയാം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പരിപാലിക്കുന്നത് സെറിബെല്ലമാണ്. മൂന്നാമത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിനു ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല. മെഡുല്ലയുടെ പ്രത്യേകത എന്താണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ലയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ അപ്പോഴെന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നതാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളോ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇതെല്ലാം ഇതിനൊരു എക്സാമ്പിളാണ്. ദഹനം. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഇത് നിയന്ത്രിക്കുന്നത്. പിന്നെയാണ് മസ്തിഷ്കത്തിൻ്റെ 4ാമത്തെ ഭാഗം തലാമസ്. സെറിബ്രത്തിനു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രമെന്നാണ് തലാമസ് അറിയപ്പെടുന്നത്. തലാമസിനെ റിലേ സ്റ്റേഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ തലാമസ് ഓഫ് ആകപ്പെടുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാത്തത്. പിന്നെയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഒരു ഗ്രന്ഥിയാണ്. തലാമസിനു തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം.
ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നമുക്കറിയാം ശരീരത്തിൽ ഹോർമോണുകളുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന്. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഹോർമോണുകളുടെ പ്രാധാന്യം എന്താണെന്ന്. ആ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ ഭാഗമെന്ന്. സെറിബ്രം ഏറ്റവും വലിയ ഭാഗം, സെറിബെല്ലം രണ്ടാമത്തെ വലിയ ഭാഗം, മെഡുല ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗം, തലാമസ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം, ആൻഡ് ഹൈപ്പോതലാമസ് മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗം.